ഋതുനന്ദിനിയാക്കി. ഒരു 50,000 രൂപയുടെ മൊബൈൽ ഫോൺ ആയിരിക്കും നമ്മൾ വാങ്ങുന്നത്. പക്ഷെ നമ്മൾ എവിടെയൊക്കെ പോയി ശാരീരികവും മാനസികവും ആത്മീയവും ഇതെല്ലാം ഉള്ളൊരു സുസ്ഥിതി. അല്ല ഇപ്പം എൻ്റെ ഞാനങ്ങനെ ഇങ്ങനെ നോക്കണോ? അത് ശരിയാ. ഇത് നല്ലതാണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ അല്ലേ? ഇവിടെയാണോ? അല്ല അത് കഴിഞ്ഞ ഉടനെ അവര് പറയണ്ടേ? വെറും ഇങ്ങനെ ഓണാശംസകൾ എന്ന് പറയാതെ എന്തെങ്കിലും വേണം. അത് എന്താന്നുള്ളത് കിട്ടുന്നില്ല. അത് കിട്ടും. ഭക്ഷണം കിട്ടില്ല എന്ത് ചെയ്യും? അതെ. എന്നിട്ട് വേണം ആൾക്കാരൊക്കെ കൂടി എന്നെ എടുത്ത് വിടുകാനല്ല, ഞാൻ പറയില്ലത്. നമസ്കാരം. എല്ലാ വർഷവും ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു എപ്പിസോഡ് കൊണ്ടുവരാറുണ്ട്. ഓണ വിഭവങ്ങൾ അല്ലെങ്കിൽ സദ്യ വിഭവങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷെ സദ്യ വിഭവങ്ങൾ മാത്രമല്ലല്ലോ, ഓണം എന്ന് പറയുമ്പോൾ ഒരു ഒത്തുചേരലിന്റെ ആഘോഷം കൂടിയിട്ടാണ്. അങ്ങനെ ഒത്തുചേർന്നിരിക്കുന്ന, എന്നോട് വളരെ ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് സർക്കിളിൽ വരുന്ന 3 വ്യക്തികളെയാണ്, 3 മേഖലകളിലായിട്ട് വർക്ക് ചെയ്യുന്ന 3 വ്യക്തികളെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ട് സരിത ചേച്ചി, അതായത് നമ്മുടെ ആരോഗ്യത്തിന് മേല് നമ്മളുടെ ഒരു കണ്ണ് എപ്പോഴും വേണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സരിത ചേച്ചി. അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഒത്തുചേരലിന് ഈണം പകരാൻ വേണ്ടി കൊച്ചുമിടുക്കിയായിട്ടുള്ള ഒരു ഗായിക കൂടിയായിട്ടുള്ള ഹരിപ്രിയ. പിന്നെ നമുക്ക് ഈ ചെലവ് ചുരുക്കുക എന്ന് പറയുന്നത് എപ്പോഴും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ചെലവ് ചുരുക്കാതെ തന്നെ പോക്കറ്റ് കാലിയാക്കാതെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് കൂടിയിട്ടായിട്ടുള്ള ഹരിനാരായണൻ. ഈ 3 പേരുടെയും നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കണം. അതിനു മുമ്പായിട്ട് പാട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ഓണം നമുക്ക് കളറാക്കാം. നമ്മുടെ കൊച്ചുമിടുക്കിയായിട്ടുള്ള ഹരിപ്രിയയുടെ ഗാനത്തോടു കൂടി തന്നെ നമുക്ക് ആരംഭിക്കാം. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരി തൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി, അവളെ പനി നീർമലരാക്കി. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, കീളി വന്നു കുഞ്ചിയ ജാലകവാതിൽ കളിയായി ചാരിയതാരേ, മൂടിയ കോതിയ കാറ്റിൻ മൊഴിയിൽ മധുവായി മാറിയതാരേ, അവളുടെ മിഴിയിൽ കരിമഷിയാലേ കനവോക്കളെഴുതിയതാരേ, നിനവോക്കളെഴുതിയതാരേ, അവളെ തരളിതയാക്കിയതാരേ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, മിഴി പെയ്തു തോർന്നൊരു സായന്തനത്തിൽ മഴയായി ചാറിയതാരേ, ദലമർമരം നീർത്ത ചില്ലകൾക്കുള്ളിൽ കുയിലായി മാറിയതാരേ, അവളുടെ കവിളിൽ തൊടുവിരലാലേ കവിതകളെഴുതിയതാരേ, മുകുളിതയാക്കിയതാരേ, അവളെ പ്രണയിനിയാക്കിയതാരേ. വരമഞ്ഞളാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിമിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരി തൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി, അവളെ
വളരെ മനോഹരമായിരുന്നു ആ ഒരു ഗാനം. നമ്മുടെ ഈ ഒരു ഓണം സ്പെഷ്യൽ എപ്പിസോഡ് ഇത്രയും മനോഹരമായിട്ട് തന്നെ ഹരിപ്രിയയുടെ ഒരു ഗാനത്തിലൂടെ തന്നെ തുടങ്ങാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ സരിത ചേച്ചിന്ന് തന്നെ ആദ്യം തുടങ്ങാം. നമുക്ക് ഓരോരുത്തരെയും നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടണമല്ലോ. സരിത ചേച്ചി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ചേച്ചിയുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചേച്ചി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം പറയാൻ. അതിന് മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ആൾക്കാർ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഹെൽത്ത് കോൺഷ്യസ് എന്നുള്ളത്. എല്ലാവരും ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ എവിടെ ഒരു ട്രെൻഡ് പോലെ ചിലപ്പോ അവരവരുടെ ആരോഗ്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും ഹെൽത്ത് കോൺഷ്യസ് നമ്മൾ എപ്പോഴും കേൾക്കും. അപ്പൊ ഈ ഒരു ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ചേച്ചിക്ക് അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? നമസ്കാരം, എൻ്റെ പേര് സരിത. ഞാൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഏകദേശം ഒരു 18 വർഷമായി എനിക്ക് ജോലി കിട്ടിയിട്ട്. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ ജോലിയിലേക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുക. അന്നത്തെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അപ്പം ഈ പഠിച്ചതൊന്നും അല്ല നമ്മളിപ്പോൾ നമ്മുടെ ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കണത്. പക്ഷെ ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ജോലിയും ഏതായാലും അത് ലല്ലു ചെയ്യണം കുക്കിംഗ് മേഖല ആയാൽ പോലും നമ്മൾ ഇഷ്ടത്തോടെ എന്ത് ജോലി ചെയ്യണോ അതാണ് നമ്മളുടെ സംതൃപ്തി. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ഒരു എന്താ പറയാ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാഷൻ തന്നെയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫീൽഡ് ലെവലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഞങ്ങള് ജൂനിയർ താഴെ അടിയിൽ. അപ്പോൾ നമ്മുടെ പബ്ലിക് ഹെൽത്ത് എന്നാണ് ഞങ്ങളുടെ വിങ്ങിനെ തന്നെ പറയണത്, അതായത് പൊതുജനാരോഗ്യം. അപ്പൊ ആ പൊതുജനാരോഗ്യത്തില് പബ്ലിക്കിന് എന്തൊക്കെ സേവനങ്ങൾ നൽകാൻ പറ്റുമോ അത് നമ്മൾ സത്യം പറഞ്ഞാൽ ഓരോ വീടുകളിലേക്ക് ചെന്ന് എത്തിച്ചു കൊടുക്കണതാണ് നമ്മുടെ ഒരു ജോലി അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ. അതായത് ഹെൽത്ത് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ ട്രെൻഡിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കണതല്ല, ഹെൽത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വീട്ടിൽ തന്നെയാണെങ്കിലും പല ആൾക്കാരുണ്ടെങ്കിലും അവരുടെ ഹെൽത്ത് പല ഇതായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ ഒരു വീട്ടിൽ ഗർഭിണിയായിരിക്കാം, അപ്പൊ ആ ഗർഭിണിക്കുള്ള സേവനങ്ങളാവും നൽകേണ്ടത്. ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കാം, അപ്പൊ ആ കുട്ടിക്കുള്ള സേവനങ്ങളായിരിക്കും. ചിലപ്പോൾ അവിടെ ഒരു പാലിയേറ്റീവ് പേഷ്യന്റ് ഉണ്ടാവാം, അപ്പൊ ആ പാലിയേറ്റീവ് പേഷ്യന്റിനുള്ള പാലിയേറ്റീവ് കെയർ ആവാം. ചിലപ്പോൾ ഒരു വയസ്സായ ആളായിരിക്കാം 60 വയസ്സിന്, അപ്പൊ ജെറിയാട്രിക് കെയർ ആയിരിക്കാം നമുക്ക് നൽകേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരിക്കും WHO നിർവചനം തന്നെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാരീരികവും മാനസികവും അങ്ങനെ എല്ലാമായിട്ടുള്ള ഒരു സുസ്ഥിതിയാണ്. അപ്പൊ നമ്മൾ കാണുന്ന പോലെ ഒരു അസുഖം ഇല്ലാത്ത അവസ്ഥ മാത്രമല്ല ഹെൽത്ത് എന്ന് പറഞ്ഞത്. അപ്പൊ ഒരാള് ഹെൽത്ത് ആയിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം ഇതെല്ലാം കൂടി ശാരീരികവും മാനസികവും ആത്മീയവും ഇതെല്ലാം ഉള്ള ഒരു സുസ്ഥിതി കൈവരിക്കുമ്പോഴാണ് നമുക്ക്. ഇപ്പൊ ചേച്ചി ഈ ഒരു തലത്തിൽ പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് എന്റെ നൈബറും കൂടിയാണ് സരിത ചേച്ചി, അപ്പൊ അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്റർഫിയർ ചെയ്യാം. ഇപ്പൊ ശുചിത്വം എന്ന വാക്കിനും ഈ ഹെൽത്തിനോട് ഒരുപാട് ചേർത്ത്, പ്രത്യേകിച്ച് ഇത് മഴക്കാലാണ്. അപ്പൊ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഇപ്പൊ ഷിഗല്ല ബാക്ടീരിയ അതൊക്കെ ഒരുപാട് ജീവനുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊരു പക്ഷെ ഈ ശുചിത്വം എന്നുള്ള ഒരു ഇത് നമ്മുടെ കുറഞ്ഞു വരുന്നത് കൊണ്ടാണോ, ആളുകളുടെ ശുചിത്വ ശീലങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണോ ഈ അസുഖത്തിന് കാരണം? കാരണം നിങ്ങളുടെ ഭാഗമായിട്ട് വരുന്നതല്ലേ, പ്രൊജക്ടിന്റെ ഭാഗമൊക്കെ അല്ലേ? അല്ല, നമ്മുടെ ശരിക്കും പറഞ്ഞാൽ മലയാളികൾ വൃത്തിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷെ മുൻപന്തിയിലാണ്. പക്ഷെ നമ്മുടെ പേഴ്സണൽ എടുക്കുമ്പോൾ ഇപ്പൊ ഓരോ വീടുകളിലായാലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഈ ഇങ്ങനെയുള്ള പനികൾ ചിലപ്പോൾ ഉണ്ടായിരുന്നുണ്ടാവാം, പക്ഷെ നമ്മൾ ഇങ്ങനെ ഇന്നതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്തോറും ഇപ്പൊ ഡെങ്കു ആണെങ്കിലും ചിക്കൻ ഗുനിയ അങ്ങനെ ഓരോ ദിവസം ഓരോ തരം പനികളായാലും ഇപ്പൊ കൊതുക് വളർത്തണതായാലും അല്ലെങ്കിൽ അങ്ങനെയായാലും കൂടിയാണ് വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വ്യക്തിയുടെ മാത്രം ശുചിത്വം ഇതായത്. കാരണം ഇപ്പൊ ഒരു വീട്ടില് ഇപ്പൊ എന്റെ വീട്ടില് ഞാൻ മാത്രം ശുചിത്വം ഇതായത് കൊണ്ട് ബാക്കിയുള്ളവർ പാലിച്ചില്ലെങ്കിൽ നമുക്ക്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഡെങ്കു അല്ലെങ്കിൽ ഇതെന്നൊക്കെ പറഞ്ഞു, അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിസര ശുചിത്വം അതിൽ വളരെയധികം ഇതുള്ളതാണ്. പലരും നമ്മൾ വീട്ടിൽ ചെന്ന് ഈ കൊതുകിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയണത് നമ്മുടെ വീട് വൃത്തിയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ്. പക്ഷെ ഈ ഡെങ്കുവിന്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ ഐസ്ക്രീമിന്റെ ടീസ്പൂണിൽ പോലും ഈ കൊതുകുകൾ മുട്ടയിട്ട് വളർന്ന് ഇതാക്കണം. അല്ലെങ്കിൽ ജാതിയുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ജാതിയുടെ തൊണ്ട് കൂട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ വിറക് മൂടിയിട്ടേക്കണ ഇപ്പൊ ഷീറ്റിന്റെ മുകളില് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെങ്കുവിന്റെ കൊതുകുകളായാൽ പോലും പടർന്ന് പകർച്ചവ്യാധികള്. അപ്പൊ നമ്മൾ വീടുകളിലൊക്കെ ചെന്ന് പറയുമ്പോൾ എല്ലാവരും വീടിന്റെ ഇത് മാത്രമാണ് പറയണത്. പക്ഷെ ആ പൊതുവായിട്ടുള്ള ശുചിത്വം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ ഇത്
പാലിച്ചാൽ മാത്രമേ നമുക്ക് മൊത്തം സമൂഹത്തിൽ അങ്ങനെയുള്ള കേസുകളിൽ അതായത് വ്യക്തി ശുചിത്വം മാത്രമല്ല പൊതുശുചിത്വത്തിന് കൂടി പിന്നെ അതേമാതിരി തന്നെ ഇപ്പോ ഈ പ്രത്യേകിച്ചുള്ള സീസണിൽ നമുക്കിപ്പോ അറിയാം വയറിളക്ക രോഗങ്ങൾ ഒട്ടുമിക്ക വീടുകളിലും, അതേമാതിരി തന്നെ ഇപ്പൊ ഷിഗല്ല കേട്ടിട്ടുണ്ടോ പല സ്ഥലത്തും മരണങ്ങൾ. പിന്നെ അതേപോലെ ന്യൂസ് പേപ്പറിൽ ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെയുള്ളതാണ് മഞ്ഞപ്പിത്തം. ഇത് നമ്മുടെ കേസുകളും നമ്മുടെ ഇതിൽ കൂടി വരുന്നതാണ്. അപ്പൊ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞപ്പിത്തത്തിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് വെള്ളത്തിന്റെ ഇതാണ്. നമ്മള് എപ്പോഴായാലും ഇപ്പൊ ക്ലാസ്സുകളായാലും പൊതുവെ നമ്മുടെ ഇതില് ക്ലാസ്സുകൾ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട്. അപ്പൊ ആ തിളപ്പിച്ചാറിയ വെള്ളം പലരും എന്ത് ചെയ്യുന്ന പറയും, പകുതി തിളപ്പിക്കും, ആ പോണ തിരക്കില് ആ തിളപ്പിച്ച വെള്ളത്തിൽ കൂടെ പകുതി പച്ചവെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ സരിത ചേച്ചിക്ക് ഇതിൽ നിർത്താൻ വേണ്ടി പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഹെൽത്ത് എന്ന് പറഞ്ഞൊരു വിഷയം അതുപോലെ വൈഡായിട്ട് ഇരിക്കുന്നതാണ്. അത് മാത്രമല്ല പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചേച്ചിക്ക് ഷെയർ ചെയ്യാനുണ്ട്. അതിനു മുമ്പായി ഹരിനാരായണൻ എന്ന് ഞാൻ പറഞ്ഞു. മുമ്പ് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ദേവന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക്, ദേവന്റെ ഏട്ടനും കൂടിയിട്ടാണ് ഹരി. നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്റെ ചാനലിൽ. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ഹരിയെ കൊണ്ടുവരാൻ കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന, അത് റിസൈൻ ചെയ്തൊരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആവാം എന്ന് തീരുമാനിച്ച ഒരാൾ കൂടിയിട്ടാണ്. അപ്പൊ ഹരിയോട് എന്റെ ആദ്യത്തെ ഒരു ചോദ്യം ഇതായിരിക്കും. നമ്മളിപ്പോ ബാങ്കിൽ പോയാൽ കിട്ടുന്ന സേവനങ്ങൾ തന്നെയാണല്ലോ ഇപ്പൊ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഏതൊരു കാര്യങ്ങളും ഒരു സാധാരണക്കാരന് ഏതൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്താലും കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ബാങ്കിൽ പോകുന്നതും ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റിന്റെ അടുത്ത് വരുന്നതും തമ്മിൽ എന്താണ് ഇത്രയേറെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ശരിക്കും ആദ്യം തന്നെ ഒരു ലോൺ ഏജന്റും ലോൺ കൺസൾട്ടന്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്നുള്ളതാണ് ആദ്യം പൊതുജനങ്ങൾക്ക് അറിയേണ്ടത്. കാരണം ഇത് കേരളത്തിൽ പൊതുവെ ഇത് കുറവായിട്ടാണ് ഇതിൻ്റെ ഒരു അവയർനെസ് ഉള്ളത്. കേരളത്തിന് വെളിയിലേക്ക് ഒരുപാട് ലോൺ കൺസൾട്ടൻസ് ഉണ്ട് താനും. ഒരു ലോൺ ഏജന്റ് എന്ന് പറയുമ്പോഴേക്കും ഇയാൾക്ക് 1-2 ബാങ്കുകളായിട്ട് ഇയാൾക്ക് കണക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു ഫയൽ, നിങ്ങളുടെ ഒരു ഹൗസിംഗ് ലോണോ കാർ ലോണോ ഒരു ഫയൽ കൊടുക്കുമ്പോൾ ഈ 1-2 ബാങ്കിലുമായിട്ട് പരിമിതപ്പെട്ടുകൊണ്ട് മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷൻ വരുന്നത്. പക്ഷേ ഒരു ലോൺ കൺസൾട്ടന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ വ്യാപ്തി കൂടുതലാണ്. അതായത് ഇപ്പോൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാനും എൻ്റെ ഒരു പാർട്ണർ രണ്ടുപേരും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ 10 വർഷത്തോളം കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്കൊരു ഫയൽ കാണുമ്പോൾ അറിയാം ഇത് ഏത് ബാങ്കിലേക്കാണ് ഇത് സ്യൂട്ട് ആവുക എന്നുള്ളത്. അതായത് ഞങ്ങൾക്കൊരു 100ഓളം ബാങ്കുകളായിട്ടുള്ള സ്ട്രാറ്റജിക് എംപാനൽമെന്റ് ഉണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഹോം ലോൺസ്, കാർ ലോൺ, മോർഗേജ് ലോൺസ്, MSME ലോൺസ് എല്ലാം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവാനായിട്ടൊരു ഉദാഹരണം കൂടെ പറയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങാനായിട്ട് നമ്മൾ പോകുന്നു വിചാരിക്കും. ഒരു 50,000 രൂപയുടെ മൊബൈൽ ഫോണായിരിക്കും നമ്മൾ വാങ്ങുന്നത്. പക്ഷേ നമ്മൾ എവിടെയൊക്കെ പോയി ഇതിന്റെ കമ്പാരിസൺ നമ്മൾ നടത്തുന്നു ചിന്തിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലിപ്കാർട്ടിൽ പോയി നോക്കും, നമ്മൾ ആമസോണിൽ പോകും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൽ രണ്ടിലും കമ്പയർ ചെയ്തിട്ട് ഓഫറുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കും. പിന്നെ ഇതിൽ രണ്ടിലും നോക്കിയിട്ട് നമുക്ക് തൃപ്തി വരാണ്ട് നമ്മൾ മൈജിയിൽ പോയി നോക്കും, ഓക്സിജനിൽ പോയി നോക്കും. അതായത് ഒരു 50,000 രൂപയുടെ ഒരു ചെറിയൊരു ഫോൺ വാങ്ങാനായിട്ട് ഇത്രയും റിസർച്ച് നടത്തും നമ്മൾ. പക്ഷേ നമ്മളൊരു 50 ലക്ഷത്തിന്റെ ഒരു ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ നമ്മൾ ഇത്രയും റിസർച്ച് നമ്മൾ ചെയ്യാറുണ്ടോ? ഇല്ല. സാധാരണ നമുക്ക് എവിടെയാണോ ഒരു SB അക്കൗണ്ട് ഉള്ളത് ആ ബാങ്കിൽ പോയിട്ടായിരിക്കും നമ്മൾ ഏറ്റവും പ്രൊസീജിയർ കുറഞ്ഞ, കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത, ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യും. അങ്ങനെ ആയിക്കൊള്ളൊന്നുമില്ല. കാരണം നമുക്കൊരു SB അക്കൗണ്ട് ഉണ്ട്, ഒരു ബാങ്കിൽ SB അക്കൗണ്ട് ഉണ്ട്. ഞാൻ ആ SB അക്കൗണ്ടിൽ പോകുന്നു, എനിക്കൊരു ഹൗസിംഗ് ലോൺ വേണമെന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നു, അവിടെ നിന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടാം, ലോൺ ലഭിക്കാണ്ടിരിക്കാം. അപ്പോൾ അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഒരു 8% ആയിരിക്കും. പക്ഷേ ഈ സെയിം പ്രൊഫൈലിൽ മാർക്കറ്റിൽ 7.10 തൊട്ട് ഹൗസിംഗ് ലോൺസ് കൊടുക്കുന്ന ബാങ്കുകളുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ അവെയർ അല്ല എന്ന് പറയാൻ നിങ്ങളുടെ ഒരു ഫീൽഡ് അല്ല അത്. പിന്നെ ഈ ബാങ്കിലേക്ക് പോയിട്ട് ചെന്ന് സംസാരിക്കുക, പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുക, ഡോക്യുമെന്റേഷൻ സബ്മിറ്റ് ചെയ്യുക, കൊറീസ് ഹാൻഡിൽ ചെയ്യുക, ഇതൊക്കെ പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അവിടെയാണ് ഞങ്ങളെപ്പോലുള്ള ലോൺ കൺസൾട്ടൻസ് വരിക. അപ്പോൾ നമുക്കൊരു പ്രൊഫൈൽ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഈ പ്രൊഫൈൽ നമുക്ക് കമ്പയർ ചെയ്യാം, മൾട്ടിപ്പിൾ ബാങ്ക്സ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ 7.10 എലിജിബിൾ ആണെങ്കിൽ 7.10 തന്നെ നിങ്ങൾക്ക് ലോൺസ് സാങ്ഷൻ ആക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ 50 ലക്ഷത്തിന്റെ ഹൗസിംഗ് ലോൺസ് എന്നൊക്കെ പറയുമ്പോഴേക്കും കൂടുതൽ ഒരു ടെനറുള്ള ലോൺസ് ആയിരിക്കും, 30 വർഷം വരെയൊക്കെ ആയിരിക്കും അതിൻ്റെ ടെനർ വരിക. അപ്പോൾ അതിലൊരു 0.50 ഡിഫറൻസ് പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10-15 ലക്ഷം രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എൻഡ് ടു എൻഡ് ഫുൾഫിൽമെന്റ് എന്ന് പറയും. അതായത് ഒരു ലോണിന്റെ ആപ്ലിക്കേഷൻ മുതൽ അതിന്റെ ഡിസ്പേഴ്സ്മെന്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ കസ്റ്റമറിന് വേണ്ടി ഞങ്ങളായിരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കസ്റ്റമർ ബാങ്കിൽ ലോൺ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യാൻ വേണ്ടി മാത്രം പോയാൽ മതി. അപ്പോൾ അതാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നില്ല എന്നൊരു തോന്നലുണ്ടോ? ആൾക്കാർക്ക്, കോമൺ പീപ്പിളിന് ഇതിനെ പറ്റി ഒരു അവയർനെസ് ഇല്ലല്ലോ, കുറവാണ്. അതായത് കേരളത്തിൽ ഇത് പൊതുവെ കുറവാണ്. പിന്നെ ഈ കണ്ടിരിക്കുന്നത് ലോൺ ഏജൻസ് ആണ്. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാവണമെന്നില്ല. ഇപ്പോൾ നമുക്കൊരു ബാങ്കിങ് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കസ്റ്റമേഴ്സിനെ, അതായത് ലാർജ് വാല്യൂ അക്കൗണ്ട്സുകളാണ് കുറച്ചും കൂടെ അതിന്റെ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് വരിക. ഞാൻ ഈ പറഞ്ഞ 50 ലക്ഷത്തിന് മുകളിലേക്കൊക്കെ എന്ന് പറയുമ്പോഴേക്കും. പിന്നെ അതിൽ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോഴേക്കും നമ്മളതിന് ഈ റീറ്റെയിൽ ലോൺസിന്, അതായത് ഹൗസിംഗ് ലോൺ, കാർ ലോൺ, ഇങ്ങനെയുള്ള ലോൺസിനൊന്നും നമ്മൾ കൺസൾട്ടേഷൻ ഫീസ് വാങ്ങുന്നില്ല പാർട്ടിയുടെ അടുത്ത് നിന്ന്. അത് എൻറ്റയർലി ഫ്രീ ആണ്.
ഫ്രീ ആണ്. അപ്പൊ ഞങ്ങളുടെ ഫീസ് വരുന്നത് ബാങ്കിന്റെ സൈഡിൽ നിന്നാണ്. അപ്പോൾ ഒരു ഫീസും കൊടുക്കാണ്ട് ഇത്രയും സർവീസ് കിട്ടുകയാണ്. ഇപ്പൊ ഈ സാമ്പത്തിക ഭദ്രത എന്നുള്ള ഒരു ടേം നമ്മൾ ഉപയോഗിക്കുമ്പോഴേ ഇപ്പൊ നമ്മുടെ ഉള്ളില് ചെലവ് ചുരുക്കുക എന്നുള്ളതാണല്ലോ. പക്ഷെ ഇപ്പൊ ഈ ഓണക്കാലം തന്നെ വരുന്നു. നമ്മളിപ്പോ ഈ ഒരു ഓണം എപ്പിസോഡായിട്ട് സംസാരിക്കുമ്പോൾ ഓണത്തിന് എന്നൊക്കെ പറഞ്ഞാൽ പണ്ടുള്ള ആ രീതിയല്ല. ഓണം എന്ന് പറഞ്ഞ ഇവന്റിന് വേണ്ടി മാത്രം മലയാളികൾ പൊടി പൊടിക്കുന്നത് ഇന്ന് ലക്ഷങ്ങളാണ്. അതൊരു അതിശയോക്തിയല്ല. കാരണം വലിയൊരു സദ്യ അല്ലെങ്കിൽ അത് ഇവന്റ് മാനേജ്മെന്റിനെ വരെ ഏൽപ്പിച്ചിട്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ മലയാളി പോയിട്ടുണ്ട്, ഏത് ആഘോഷമായാലും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് സാക്രിഫൈസ് ചെയ്യാതെ ചെലവ് ചുരുക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഈ ഫിനാൻഷ്യൽ കൺസൾട്ടൻസി എങ്ങനെ സഹായിക്കും? ഈ ഫിനാൻഷ്യൽ കൺസൾട്ടൻസിയിൽ മെയിനായിട്ട് 3 ഭാഗങ്ങളാണ് വരിക. 1 ലോൺസ് വരും, 2 ഇൻവെസ്റ്റ്മെന്റ് വരും, 3 ഇൻഷുറൻസ് വരും. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അതായത് ചെറിയൊരു വരുമാനം ആണ് നമുക്കുള്ളതെങ്കിൽ പോലും അതിൽ ചെറിയ ഒരു മിച്ചം പിടിച്ചിട്ട് നമ്മൾ ജീവിക്കണം എന്നുള്ളത് പറയും. നമുക്ക് സ്വതവേ ആ ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടുള്ള കാലങ്ങളിൽ ബാങ്കുകൾ തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ക്രെഡിറ്റ് കാർഡുകൾ കൊടുത്തും കൺസ്യൂമർ ലോൺസ് കൊടുത്തിട്ടുമൊക്കെ എല്ലാം വാങ്ങുന്നത് കൺസ്യൂമർ ലോൺസിൽ കൂടിയാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ ചെലവുകൾ കൂടുതലാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളൊരു പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയൊരു വരുമാനത്തിനുള്ളിലാണെങ്കിൽ പോലും 20 തൊട്ട് 25% വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം. അതിപ്പോൾ SIP വെച്ചാവാം, അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് വെച്ചിട്ടാവാം, ഏതെങ്കിലും രീതിയിൽ. രണ്ടാമത് വരുന്നതാണ് ലോൺസ് എന്നുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹൗസിംഗ് ലോണിൻ്റെ കേസിൽ ഒരു 50 ലക്ഷം രൂപയിൽ ഒരു 0.50% ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ലക്ഷത്തിനടുത്ത് വരെ നിങ്ങൾ കൂടുതലായിട്ട് അടയ്ക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസിൻ്റെ ഒരു അഡ്വൈസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എമൗണ്ടിൽ സേവ് ചെയ്യാം. അത് നിങ്ങൾ വെറുതെ ഒരു എമൗണ്ട് കൂടുതൽ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കൺസൾട്ടൻസിന് നിങ്ങൾ ചാർജ് കൊടുക്കണ്ട എന്നും കൂടെ പറയുമ്പോൾ കുറച്ചും കൂടെ അത് ബെറ്റർ ആയിട്ടുള്ള രീതിക്ക് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന എമൗണ്ടും നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ പൈസ ഇല്ല എന്നുള്ള പേരിൽ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരില്ല. പിന്നെ അതുപോലെ തന്നെ 3ാമത്തെ പാർട്ടാണ് ഇൻഷുറൻസ്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലെ കോവിഡിനൊക്കെ കഴിഞ്ഞതിന് ശേഷം, ഫ്ലഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷുറൻസിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് മലയാളികൾക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഒരു ഇൻഷുറൻസ് എല്ലാവർക്കും വേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ട് ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് വരുമ്പോൾ നിങ്ങൾക്ക് അധികം പൈസ കയ്യിൽ നിന്ന് പോകാണ്ട് തന്നെ ഇൻഷുറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 കാറ്റഗറിയിൽ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ ഉണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് ഒരു സ്വപ്നമല്ല, അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ഹരി, താങ്ക് യു സോ മച്ച്. കാരണം എനിക്ക് മാത്രമല്ല, കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതൊന്നും ഒരുപാട് പേരിലേക്ക് എത്താത്തത് കൊണ്ട് മാത്രം മാറി നിൽക്കുന്നവരും ഇതൊന്നും വേണ്ടാന്ന് വെക്കുന്നവരും ഉണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോ ഒരു കണ്ണ് തുറക്കണ ഒരു എപ്പിസോഡായിട്ട് മാറട്ടെ ഇത്. എന്തായാലും ഹരിപ്രിയയിലേക്ക് വരികയാണെങ്കിൽ ഹരിപ്രിയയുടെ പാട്ട് നല്ല അസലായിരുന്നു, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ. അപ്പൊ എങ്ങനെയാ ഈ പാഷൻ മ്യൂസിക്കിനോട് ചെറുപ്പം തൊട്ട് ഉണ്ടായിരുന്നതാണോ? ആരായിരുന്നു ഗുരു? അത് ആദ്യം ചോദിക്കട്ടെ. ഞാന് പാഷൻ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ പണ്ട് ഞങ്ങളുടെ വീട് ഇപ്പൊ മാറിയായിരുന്നു. അപ്പൊ അതിന് മുന്നേ പെട്ടെന്ന് ഷിഫ്റ്റിങ്ങിന്റെ ഇടയിൽ പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് മാറേണ്ടി വന്നു. അപ്പൊ ഒരു ലോങ് ബ്രേക്ക് വന്നു. ഇപ്പൊ ഈ ഒരു BCom സെക്കൻഡ് ഇയർ അപ്പൊ ഞാൻ പഠിക്കുന്നത്. അപ്പൊ ആ ടൈമിൽ ഇപ്പൊ 2ാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം, ഇത് കണ്ടിന്യൂ ചെയ്ത് പോണം. അത്രയും നല്ല വോയിസ് ആണ്, നല്ല ഫീലോട് കൂടി പാടുന്നുണ്ട്. ഗുരു ആരായിരുന്നു? എന്റെ അമ്പിളി മാം എന്ന് പറഞ്ഞിട്ട് എന്റെ സ്കൂൾ ടീച്ചർ തന്നെയാണ്. ടീച്ചർ തന്നെയാണ് പഠിപ്പിക്കുന്നത് ഇപ്പോഴും. ആദ്യം വേറൊരു ടീച്ചറായിരുന്നു, പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ സ്കൂളിലുള്ള ടീച്ചറെ പഠിപ്പിക്കാം. ഹരിപ്രിയ അമൃത TVയിലെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയിട്ടാണല്ലേ? അതിന്റെ വിശേഷങ്ങളൊന്ന് പറയോ? അത് ഓംകാര ഭജൻസ് എന്ന് പറഞ്ഞൊരു ഭജൻ ലോഞ്ച് ചെയ്യുന്നൊരു പരിപാടിയായിരുന്നു. അവിടെ ഓൾറെഡി അവിടെ ഒരു പ്രോഗ്രാമിന് ഉണ്ടായിരുന്ന കുട്ടികൾ അവരൊരു ഭജന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്താണ് അവർ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ വന്ന് പാടുമെന്നൊന്ന്. നമ്മുടെ ഡീനുണ്ട്, സാറ് വഴിയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ആദ്യം ഒരാളെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ അത് ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ പോയി അങ്ങനെ ഒരു 2 ഭജൻ ആണ് പാടാൻ പറ്റിയത്. ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. ഈ ക്ലാസിക്കലാണോ, പക്ക ക്ലാസിക്കലാണോ, അല്ലെങ്കിൽ എല്ലാ ജോണറും എങ്ങനെയാ ട്രൈ ചെയ്യാറുണ്ടോ? ഞാൻ കൂടുതലും മെലഡി ആണ് പാടാറ്. പിന്നെ ഇപ്പൊ ചെറുതായിട്ട് ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ നോക്കാറുണ്ട്. ഇപ്പൊ കർണാട്ടിക് പഠിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പഠിച്ച ശീലമൊന്നുമില്ല, പക്ഷെ കേട്ട് പാടാറുണ്ട് കർണാട്ടിക് ഒക്കെ. പുറത്തൊക്കെ പ്രോഗ്രാംസ് ചെയ്യുന്ന കുട്ടി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഞങ്ങളൊരു മെഹഫിൽ എന്ന് പറഞ്ഞ ട്രൂപ്പ് ഉണ്ട് പാലക്കാട്. അപ്പൊ അമ്മയായിരുന്നു അവിടെ ആദ്യം. അമ്മ പാടും. അപ്പൊ അമ്മ വഴിയാണ് അമ്മ എല്ലാ വീക്കിലും അവിടെ ഇങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടാവാറുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരുമിച്ചൊരു കമ്മ്യൂണിറ്റി പോലെയാണ്. അപ്പൊ അമ്മ ഇങ്ങനെ പാടുമായിരുന്നു. അപ്പൊ അങ്ങനെ അമ്മ വഴി ഞാനും പാടി. അപ്പൊ ആ മെഹഫിൽ ട്രൂപ്പ് വഴി ഞങ്ങൾക്ക് പുറത്ത് പ്രോഗ്രാംസ്. ഒരു സൗഹൃദ കൂട്ടായ്മ ഇത്രയും ഒരു ഉയരത്തിൽ എത്തിക്കാനായിട്ട് സഹായിച്ചു. അതെ, അങ്ങനെയും പറയാം. അങ്ങനെയും പറയാം. അപ്പോ ഇനിയൊരു പാട്ടായാലോ? ഏത് പാട്ടാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? രാജഹംസമേ. ഓക്കെ.